പോണ്ടെ റിയാൽറ്റോ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ബ്രിഡ്ജുണ്ട് വെനീസിൽ. പോണ്ടെ റിയാൽറ്റോയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും വെനീസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ബ്രിഡ്ജുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇതെല്ലാം ഐലൻഡുകളുടെ ഒരു സമുച്ചയമാണ്. ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് കണക്ഷൻസ്. അങ്ങനെ പോണ്ടെ റിയാൽറ്റോ എന്ന് പറയുന്ന ആ ബ്രിഡ്ജ് തീർച്ചയായിട്ടും ഒരു വലിയ ടൂറിസ്റ്റിക് അട്രാക്ഷനാണ്. അപ്പോൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം കാണാം. ആ ദേവാലയവും പിന്നിട്ട് നമ്മൾ റിയാൽറ്റോ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ രണ്ട് വശങ്ങളിലുമായി പ്രത്യേകമായി നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഗ്ലാസ് കൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ, അതിൻ്റെയൊക്കെ വലിയ ഷോപ്പുകൾ ഒരുപാട് അടുത്ത് കാണാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗ്ലാസ് ആർട്ടിഫാക്ട്സ് ഈ ഭാഗങ്ങളിലെല്ലാം സെല്ല് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുള്ള ആർട്ടിഫാക്ട്സ്, അതിൻ്റെ വലിയ കളക്ഷൻസ് ഷോപ്പുകളാണ് ഇവിടെ ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഈ തെരുവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഉണ്ടല്ലേ? ഒരുപാട് നല്ല ഷോപ്പുകളൊക്കെയാണ് ഈ രണ്ട് ഭാഗത്തും ഉള്ളത്. ക്ലോത്തിങ് മെറ്റീരിയൽസ്, ഗാർമെൻറ്റ് ഷോപ്പുകൾ, ബാഗ്സ് ഒക്കെ വിൽക്കുന്നിടത്ത്. പക്ഷേ എവിടെ ചെന്നാലും തീർച്ചയായിട്ടും ഗ്ലാസുകൾ കൊണ്ടുള്ള അതിൻ്റെ ആർട്ടിഫാക്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എല്ലായിടത്തും ഉടനീളം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വെനീസിൻ്റെ ഒരു നൈറ്റ് ലൈഫും കൂടെയാണ് നമ്മളിവിടെ ചിത്രീകരിക്കുന്നത്. ഗ്ലാസ് കൊണ്ടുള്ള ആർട്ടിഫാക്ട്സ് എവിടെ നോക്കിയാലും കാണാം. റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഒക്കെ ക്ലോസ് ചെയ്യുകയാണ്. സ്വീറ്റ് ഷോപ്പുകളും കുക്കി ഷോപ്പുകളും അങ്ങനെ അനവധി ഷോപ്പുകളൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും. ഇപ്പോൾ 8 മണിയാകുമ്പോഴാണ്, ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ ചെറുതായിട്ട് സൂര്യപ്രകാശം ഇല്ലാതായി തുടങ്ങുന്നത്. ഇല്ലാതായി എന്ന് പറയാറായിട്ടില്ല, ഇപ്പോഴും സൂര്യപ്രകാശം നമുക്ക് കാണാം. ഈ സ്റ്റെപ്പുകൾ കയറി ചെന്നിറങ്ങുന്നതാണ് റിയാൽറ്റോ ബ്രിഡ്ജ്. വളരെ പ്രസിദ്ധമാണ്, വെനീസിലെ കണ്ടിരിക്കേണ്ടതായ ലാൻഡ്മാർക്കുകളിലൊന്ന്. അപ്പോൾ ഇതാണ് റിയാൽറ്റോ ബ്രിഡ്ജ്. 8 മണി സമയമാണെന്ന് ഓർക്കണം, രാത്രി. എന്നിരുന്നാൽ തന്നെയും നല്ല സൂര്യപ്രകാശമുണ്ട്. താഴെ കനാലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഗോണ്ടോലയിൽ പാസഞ്ചേഴ്സ് പോകുന്നു. ഇവിടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നു. ഇതാണ് റിയാൽറ്റോ ബ്രിഡ്ജ്. പോണ്ടെ ബ്രിഡ്ജിൽ നിൽക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. ഗോണ്ടോല തുഴയുന്ന ആൾക്കാർ വന്നിട്ട് അവരുടെ ഗോണ്ടോല ഇവിടെ അടുപ്പിക്കുകയാണ്. ഒരു പാട്ടൊക്കെ പാടിയാണ്, ട്രഡീഷണലായിട്ട് അവർ സിങ് ചെയ്യാറുണ്ട്. ആ പാട്ടൊക്കെ പാടി അവർ അതാത് സാധനങ്ങളിൽ കൊണ്ടുപോയി ഡോക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഏറ്റവും ആദ്യം പണി കഴിപ്പിച്ച ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ്, റിയാൽറ്റോ ബ്രിഡ്ജ്. ഈ കനാലിൻ്റെ രണ്ട് ഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ആൻറ്റോണിയോ ഡാ പോണ്ടെ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇത് ഡിസൈൻ ചെയ്ത് ഈ ഗ്രാൻഡ് കനാലിന് കുറുകെ ഈ ബ്രിഡ്ജ് രൂപകൽപ്പന ചെയ്തത്. ഒറ്റ കല്ലുകൊണ്ട് ആണ് ഇതിൻ്റെ ആർച്ച് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം. ഇവിടെ സന്ധ്യയായിരിക്കുകയാണ്, ചെറുതായി ഇരുൾ പരന്നു തുടങ്ങിയിരിക്കുകയാണ്. എല്ലായിടത്തും തെരുവ് വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. നമുക്ക് താഴെ പോയി ഈ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ശ്രമിക്കാം.
റിയാൽറ്റോ ബ്രിഡ്ജ് കണ്ടില്ല എന്നിനി ആരും പരാതി പറയരുത്. ഇതാണ് റിയാൽറ്റോ ബ്രിഡ്ജ്. കണ്ടില്ലേ, ഒരു ഗൊണ്ടോല ഇങ്ങനെ ആ ബ്രിഡ്ജിനടിയിൽ കൂടെ ഇങ്ങനെ പാസഞ്ചേഴ്സുമായിട്ട് സഞ്ചാരികളുമായിട്ട് ഇങ്ങനെ പോകുന്നു. അതിമനോഹരമായ കാഴ്ച. അപ്പോൾ ഈ ഗൊണ്ടോല ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ചെറിയ ഓളം, നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. പക്ഷേ ബോട്ടുകളൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ നനയും. അത്രയ്ക്ക് ഈ വെള്ളത്തിൻ്റെ ഈ വിധാനവുമായിട്ട് കരയുമായിട്ട് അത്രയും അടുത്താണ്. അപ്പം ഗ്രാൻഡ് കനാലിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ റിയാൽറ്റോ ബ്രിഡ്ജ്. എന്തുകൊണ്ടാണ് റിയാൽറ്റോ ബ്രിഡ്ജ് ഇത്രയും ഫേമസ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെനീസ് സിറ്റി രൂപപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. ഇതിന് ശേഷമാണ് ബാക്കി എല്ലാ ബ്രിഡ്ജുകളും വന്നിട്ടുള്ളത്. വെനീസിലെ ഒരുപാട് നല്ല കാഴ്ചകളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതുപോലെ കാഴ്ചകൾ ഒരുപാട് കാണേണ്ടതായിട്ടുണ്ട്. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പ്രോത്സാഹിപ്പിക്കുക. വെനീസിലെ ഒരു സയൻസ് സന്ധ്യ ഇങ്ങനെയാണ്. തെരുവുകൾ മുഴുവൻ തിരക്കിലാണ്. റെസ്റ്റോറൻറ്റുകൾ, ഈറ്ററീസ്, ഔട്ട്സൈഡ് ഡൈനിങ് വളരെ ഗംഭീരമാണ്. നൈറ്റ് ലൈഫ് ഇവിടെ എങ്ങനെയാണ് പൊതുജനങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനെ നോക്കിക്കാണാം. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, കഴിക്കുന്നതിനും കുടിക്കുന്നതിനും എല്ലാം. പക്ഷേ ഇതൊന്നും സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആധുനിക ലോകത്തിലൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് വെനീസിലെ നൈറ്റ് ലൈഫ്. ഇവിടെയെല്ലാം റെസ്റ്റോറൻറ്റുകളിലെല്ലാം മ്യൂസിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ ഈവനിങ്ങുകളൊക്കെ വെനീഷ്യൻസ് അഥവാ വെനീസിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ സ്പെൻഡ് ചെയ്യുന്നത്. മസിൽ പിടിച്ച് വീടുകളിൽ മാത്രം ഇരിക്കുന്ന സ്വഭാവമല്ല ഇവർക്കൊക്കെ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഈ പ്രകൃതിയുടെയും ഈ സമൂഹത്തിൻ്റെയും ഒക്കെ സംസ്കാരവും സംസ്കൃതിയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണാം. എല്ലാം ഉത്തരവാദിത്തപരമായിട്ടാണ്. കാരണം ആൽക്കഹോളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒഴുകുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെയൊന്നും ഒരു തരത്തിലുള്ള അനാശാസ്യപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ഒരു രാത്രി എൻജോയ് ചെയ്യാനായി ആൾക്കാർ വരുന്നു. അവർ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്നിരുന്ന് കഴിക്കുന്നു, പോകുന്നു, അത്ര തന്നെ. റിയാൽറ്റോ ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ. തിരക്കുകൾ ഒഴിഞ്ഞ വെനീസിൻ്റെ മുഖം. ഏകദേശം 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വെനീസ് നഗരം നിർജീവമാകുകയാണ്. ബോട്ടുകളെല്ലാം ഓൾറെഡി ഡോക്ക് ചെയ്തു. തെരുവുകളെല്ലാം വിജനമായി കഴിഞ്ഞു. ചില റെസ്റ്റോറൻറ്റുകൾ മാത്രം ഇപ്പോഴും ഓപ്പണാണ്. അപൂർവമായി മാത്രം നടന്നു വരുന്ന ചില സഞ്ചാരികൾ തെരുവ് വിളക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് സ്മോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ചില മനുഷ്യർ, തങ്ങളുടെ ഹോട്ടലുകളിലേക്ക് നടന്നു പോകുന്ന ചില സഞ്ചാരികൾ, അങ്ങനെ എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് വെനീസ് നഗരം ഉറക്കത്തിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അധികമാരും ചിത്രീകരിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു നഗരം ഉറക്കത്തിലേക്ക് വഴുതി വീണ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഇടമെന്നുള്ളത്. യൂറോപ്പ് എന്ന് പറയുന്ന എത്ര വലിയ സിറ്റി ആണെങ്കിലും എത്ര വലിയ ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ഒരു 8 മണി 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ തെരുവുകളും ഒക്കെ വിജനമാണ്. ഭീതിപ്പെടുത്തുന്ന നിശബ്ദതയാണ്. അങ്ങനെ ഏകദേശം 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ സാൻ മാർക്കോ ഏരിയ, വെനീസിൻ്റെ ഏറ്റവും
ഹൃദയഭാഗം, ഏറ്റവും തിരക്കേറിയ ഈ ഭാഗം എങ്ങനെയിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാഴ്ചകളോടെ വെനീസിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പുതിയ കാഴ്ചകളുമായി വീണ്ടും കണ്ടുമുട്ടും വരേക്കും ബൈ.